പാലക്കാട് CPM BJP ഡീൽ എന്ന ആരോപണം ഇന്നും ആവർത്തിച്ച് കോൺഗ്രസ്. BJPയെ ജയിപ്പിക്കാനാണ് പാലക്കാട് CPM ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തിയതെന്ന് VD സതീശൻ ആരോപിച്ചു. ഡീൽ അണികൾ തള്ളിക്കളയുമെന്ന് KC വേണുഗോപാലും പറഞ്ഞു. എന്നാൽ ഡീൽ ആരോപണം സണ്ണി ജോസഫും ഷാഫി പറമ്പിലും ഏറ്റുപിടിച്ചില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഡീൽ ആരോപണം സതീശന്റെ നുണ ആണ് എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി. പാലക്കാട് എടുത്തോളി ഞങ്ങൾ 18,000 വോട്ടിന് ജയിച്ച സീറ്റാണ് ബൈ ഇലക്ഷൻ. 2ാം സ്ഥാനത്ത് BJP ആയിരുന്നു. പരിതാപകരമായ 3ാം സ്ഥാനത്തായിരുന്നു. അവിടെ ഏറ്റവും ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി UDFന് കിട്ടേണ്ട വോട്ട് സ്പ്ലിറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് LDF ചെയ്തത്. അവിടെ ചെന്നാൽ വ്യക്തമാണ്, മനഃപൂർവ്വമായി BJPയെ ജയിപ്പിക്കാൻ വേണ്ടി ഫീൽഡ് ചെയ്യിപ്പിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. CPMന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയാൽ അതിലൊളിഞ്ഞിരിക്കുന്ന കാര്യം അവരുടെ അണികൾക്ക് പോലും വ്യക്തമാണ്. കേരളത്തിൽ UDFനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള CPM BJP ഡീൽ വ്യക്തമായിട്ടും ചില സീറ്റുകൾ പരസ്പരം വെച്ചുമാറാനും സഹായിക്കാനും വേണ്ടിയിട്ടുള്ള കൃത്യമായ ഡീലാണ് അവർ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. സതീശന്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രതികരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം രാവിലെ മുതൽ രാത്രി വരെ നുണ പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അതിനൊന്നും തള്ളിക്കളി അസംബന്ധാണെന്നും കളവാണെന്നും നുണയാണെന്നും പിന്നെ വേറെന്താ പറയണ്ടേ. പാലക്കാട് നിന്ന് സാജിദ് അജ്മൽ, തിരുവനന്തപുരത്ത് നിന്ന് സൈഫ് സൈനുൽ ആബ്ദീൻ എന്നിവർ ചേരുകയാണ്. ആദ്യം സാജിദിലേക്ക്. സാജിദ്, ഈ ഡീൽ ആരോപണം അത് ഉറപ്പിച്ച് പറയാൻ UDF നേതാക്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡീൽ നടന്നു എന്ന് ഉറപ്പിച്ച് പറയുന്നത്? എന്തുകൊണ്ടാണ്? അതിന് അവർ മുന്നോട്ട് വെക്കുന്ന ന്യായങ്ങൾ എന്തൊക്കെയാണ്? അതോടൊപ്പം തന്നെ ഈ സ്ഥാനാർത്ഥിയിലേക്ക്, പാലക്കാട്ടെ സ്ഥാനാർത്ഥിയിലേക്ക് LDF എത്തുന്നത് അവസാന നിമിഷമാണെന്ന് നമുക്കറിയാം. അവിടെ P സരീനെ പോലെ അല്ലെങ്കിൽ ആർഷോയെ പോലുള്ള നേതാക്കളുണ്ട്. ഒരു പക്ഷേ CPMന്റെ എന്താ പറയുക, ജയസാധ്യതയുണ്ട് എന്നൊക്കെ അവർ പറയുന്ന നേതാക്കളുണ്ട്. അതിലൊന്നും പെടാതെ ഈ പുതിയ പേരിലേക്ക് എങ്ങനെയാണ് CPM എത്തിയത്? സാഹചര്യം എന്തായിരുന്നു? മഹേഷ്, ഈ സ്ഥാനാർത്ഥിയെ ചൊല്ലി തന്നെയാണ് ഈ ഡീൽ എന്ന കാര്യം UDF നേതാക്കൾ പറയുന്നത്. പ്രത്യേകിച്ച് VD സതീശനും അതോടൊപ്പം തന്നെ KC വേണുഗോപാലുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇത് പറയുന്നത്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ NMR റസാഖ് എന്ന സ്ഥാനാർത്ഥി, അദ്ദേഹം ഒരു ഹോട്ടൽ വ്യവസായിയാണ്. അദ്ദേഹത്തിന് BJPയിൽ നിന്ന് ഒരു വോട്ട് പോലും ഇങ്ങോട്ട് വാങ്ങാൻ കഴിയില്ല. അതോടൊപ്പം UDFന്റെ വോട്ടുകൾ ശിഥിലമാക്കാൻ കഴിയും. ഈ കാര്യമാണ് ഇവർ ഈ ഡീൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ സരിൻ അടക്കമുള്ള ആളുകൾ മത്സരിച്ച സമയത്ത് ഈ സരിൻ്റെ ഈ സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർത്തിക്കാട്ടി കൽപ്പാത്തി മേഖലയിൽ നിന്ന് BJPക്ക് നേരത്തെ ലഭിക്കുന്ന വോട്ടുകൾ സ്വായത്തമാക്കാൻ കഴിയുമായിരുന്നു. അതായത് BJPയുടെ ഒരു വോട്ട് ബാങ്കിന്റെ ഏത് തരത്തിൽ നോക്കുകയാണെങ്കിലും അതിൽ ഒരു തരത്തിലുള്ള ഇളക്കവും സംഭവിപ്പിക്കാൻ, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചലനം BJPയുടെ വോട്ട് ബാങ്കിൽ ഉണ്ടാക്കാൻ NMR റസാഖിന് കഴിയില്ല. എന്നാൽ പരമ്പരാഗതമായി UDFന് ലഭിക്കുന്ന വോട്ടുകളിൽ വിള്ളൽ വരുത്താൻ NMR റസാഖിന് കഴിയുകയും ചെയ്യും. ഇതാണ് ഈ ഡീൽ എന്നതുകൊണ്ട് പ്രധാനമായും VD സതീശൻ അടക്കമുള്ള നേതാക്കൾ ഉദ്ദേശിക്കുന്നുണ്ടാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, റാവുത്തർ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശമാണ് ഇവർ. ഈ തമിഴ്നാട് നിന്ന് വന്ന് ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. അത് പാലക്കാട് നഗരസഭയിലും പ്രായരി പഞ്ചായത്തിലും മാത്തൂർ പഞ്ചായത്തിലും ധാരാളം ആളുകളുണ്ട്. ഇത്തരം ആളുകൾ ഈ NMR റസാഖ് എന്നത് നമുക്കറിയാം, റാവുത്തർ ബിരിയാണിയിലൂടെ ഈ ഫേമസ് ആയതാണ് ഈ NMR എന്ന ഈ ബ്രാൻഡ്. സ്വാഭാവികമായും നമ്മുടെ ആൾ എന്ന ഒരു വികാരം ഈ റാവുത്തർ സമൂഹത്തിനിടയിൽ വരുത്തുകയും ആ വോട്ടിൽ നിന്ന് വലിയൊരു ശതമാനം പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് LDF കണക്കാക്കുന്നത്. അങ്ങനെ ആ വോട്ട് ബാങ്കിൽ വിള്ളൽ വരുത്തിയാലും ഈ LDFന് വിജയിക്കാൻ കഴിയില്ലെന്നും ആ വോട്ട് ബാങ്കിൽ വിള്ളൽ വരുത്തുന്നത് BJPക്ക് സഹായകരമാകും എന്നുള്ളതാണ് പറയുന്നത്. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം 3859 വോട്ടിന് മാത്രമാണ് ഈ ശ്രീധരനെ ഷാഫി പറമ്പിൽ തോൽപ്പിച്ചത്. അന്ന് പ്രായരി പഞ്ചായത്തിൽ എണ്ണുമ്പോഴാണ് വിജയിച്ച് കയറിയത്. അവിടെ മുസ്ലിം ലീഗിനെല്ലാം തന്നെ വലിയ സ്വാധീനമുള്ള പ്രദേശമാണ്. അങ്ങനെയുള്ള പ്രദേശത്ത് നിന്ന് ഒരു റാവുത്തർ വിഭാഗത്തിൽപ്പെട്ട, അതാണ് ഒരു പക്ഷേ കോൺഗ്രസ് UDF മുന്നോട്ട് വെക്കുന്ന പ്രധാന പ്രചാരണം എന്ന് പറയുന്നത്. അവിടെ UDFന്റെ വോട്ടിൽ വിള്ളൽ വീഴ്ത്താൻ വേണ്ടിയാണ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നത്. അങ്ങനെ വിള്ളൽ വീഴ്ത്തി ജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ CPMനുണ്ടാവും. ഇല്ലെങ്കിൽ
അത് ആർക്ക് LDF-നുണ്ടോ എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അത് ആർക്ക് ഗുണം ചെയ്യും?